അടുത്ത വെൽ ഹാർട്ട് ആണ്. വെൽനെസ് ഓഫ് ഹാർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ പേരിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ HART എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാർട്ടിന്റെ സ്പെല്ലിങ് HEART എന്നാണ്. പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്നത് HART എന്നാണ്. HART എന്ന് പറഞ്ഞാല് ഹാർട്ട് എന്ന് പറഞ്ഞാല് ആൺമാനുകൾക്ക് പറയുന്ന പേരാണ്. അപ്പൊ തുള്ളിച്ചാടി നടക്കുന്ന ആൺമാനുകളെ പോലെ നമ്മുടെ ഹൃദയത്തെ ആക്കുക എന്നുള്ളതാണ് വെൽഹാർട്ട് എന്ന പ്രോഡക്റ്റിനുള്ള ധർമ്മം. വെൽഹാർട്ട് അറിയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഹൃദയം എന്താണെന്നുള്ളത് ചെറിയൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഹൃദയം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു അവയവമാണ്. നമുക്കറിയാം, മസ്തിഷ്ക മരണം സംഭവിച്ചാൽ പോലും ഹൃദയമിടിപ്പ് നിന്നില്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾ വരെ നശിച്ചു പോകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നമുക്ക് മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളുടെ അവയവങ്ങൾ വേറെ ആളുകൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് കൈമാറുന്നതിനൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു സവിശേഷതയാണ്. ഹൃദയമിടിപ്പ് നിന്നാൽ എല്ലാം തീർന്നു, മറ്റുള്ള അവയവങ്ങളെല്ലാം നശിച്ചു പോകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിന് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ഒരു നമ്മുടെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ആ ഭാഗത്ത്, കേന്ദ്ര ഭാഗത്താണ് ഹൃദയം നിലനിൽക്കുന്നത്. ഹൃദയത്തെ സംരക്ഷിച്ചു നിൽക്കുന്ന 2 ലെയർ ഉള്ള പെരിക്കാർഡിയം എന്ന് പറയുന്ന 2 ലെയർ കൊണ്ട് ഹൃദയം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹൃദയത്തിന് 4 അറകളാണുള്ളത്. അതിൽ ഏറ്റവും ടോപ്പിലുള്ള 4 ചേമ്പേഴ്സിൽ ഏറ്റവും മേലെ വരുന്നത് ആട്രിയം എന്ന് പറയുന്ന ലെഫ്റ്റ് ആട്രിയവും അതുപോലെ തന്നെ റൈറ്റ് ആട്രിയം എന്ന് പറയുന്ന 2 അറകളാണ്. അതിന്റെ ലോവർ ചേമ്പേഴ്സ് എന്ന് പറയുന്നത് വെൻട്രിക്കിൾസ് ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾസും റൈറ്റ് വെൻട്രിക്കിൾസുമാണ് ലോവർ ചേമ്പേഴ്സ്. അപ്പോ ഹൃദയത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്, ഹൃദയം എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് കൂടുതലുണ്ട്. ഞാൻ വളരെ ചുരുക്കിയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോ ഹൃദയത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഒന്ന് പമ്പിങ് ബ്ലഡ് ആണ്. നമ്മുടെ ബ്ലഡിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ്. അതുപോലെ തന്നെ ഡെലിവറിങ് ഓക്സിജൻ ആൻഡ് ന്യൂട്രീഷൻസ്, നമ്മുടെ ശ്വസിക്കുന്ന ശുദ്ധവായുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ന്യൂട്രീഷൻസിനെയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കോശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം ബ്ലഡിനുണ്ട്. റിമൂവിങ് വേസ്റ്റ്, ഈ നമ്മുടെ നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുത്ത് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് കോശങ്ങളിലേക്ക് എത്തി അതിൽ നിന്ന് വരുന്ന യൂറിയ, സോഡിയം പോലുള്ള വേസ്റ്റുകളെയെല്ലാം, വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നൊരു ധർമ്മം കൂടി ഹൃദയത്തിനുണ്ട്. പിന്നെ കൺട്രോൾ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ പൾസ് എന്ന് പറയും. പൾസ് കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റില് 66 തവണ മുതൽ 100 തവണ വരെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിൽ ഇടിക്കാം. അല്ലെങ്കിൽ പൾസ് റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ കൂടാതെയും കുറയാതെയും സംരക്ഷിക്കുന്നത് ഹൃദയത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നോർമലിൽ കൊണ്ടുപോകാൻ ഹൃദയം വലിയ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് കൂടാതെയും കുറയാതെയും, ഇത്തിരി പ്രഷർ കുറഞ്ഞാലും ഇത്തിരി കൂടിയാലും നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കൺട്രോളിങ് ബ്രെയിൻ ആൻഡ് നെർവ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിലുള്ള നെർവ് സിസ്റ്റത്തെയും അതുപോലെ തലച്ചോറിനെയും കൺട്രോൾ ചെയ്യാനുള്ള പവർ എന്തിനുണ്ട്, ഹൃദയത്തിനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇതില് എന്താണ് വെൽഹാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളൊരു 10, 30, 40 വയസ്സാകും വരെ നമ്മുടെ ഹൃദയം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ശുദ്ധവായു കൃത്യമായി ശ്വസിക്കാത്തതിന്റെ ഒക്കെ ഭാഗമായി പല കാരണങ്ങളുണ്ട്, നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറച്ച് പിന്നോട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ്
പറയപ്പെടുന്നത്. അപ്പോ ഇതില് വെൽഹാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, കൂടാതെ സൂക്ഷ്മ രക്തപ്രവാഹം എളുപ്പമാക്കുന്നു, കൂടാതെ അമിത രക്തസമ്മർദ്ദത്തിനെ കൺട്രോൾ ചെയ്യുന്നു. ഓൾ വെൽനസ് ഓഫ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ടോട്ടൽ ഹാർട്ടിന്റെ വെൽനസ് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഇതില് വെൽഹാർട്ട് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തായി ഞാൻ ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന്, ഇതിലുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് നീർമരുതാണ്. കൂടാതെ ഇതില് വെൽഹാർട്ട് ചെയ്യുന്ന മറ്റൊരു മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന്, ഇറ്റ് ഇൻക്രീസ് പവർ ഓഫ് ഹാർട്ട് ഫങ്ഷൻ. നമ്മുടെ ഹൃദയത്തിന്റെ ഫങ്ഷൻസിന്റെ പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മം. പിന്നെ മസിൽസിനെ, ഹൃദയത്തിന്റെ മസിൽസിനെ സ്ട്രോങ് ആക്കുക. പിന്നെ ബ്ലോക്കേജ് എന്ന് പറഞ്ഞാല് നമ്മൾ രക്തക്കുഴലുണ്ടാകുന്ന ബ്ലോക്കുകൾ ഇല്ലാതെയാക്കുക. രക്തക്കുഴലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ രക്തക്കുഴലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നോട്ട് ചെയ്യണം. നീർമരുതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ്. നീർമരുത് ഹൃദയത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു, ഹൃദ്രോഗം തടയുന്നു. നിർമ്മലത്തിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഹൃദ്രോഗം. ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളെ തടയുന്നു. പിന്നെ അതുപോലെ തന്നെ സംസ്കരിച്ച ഉലുവയാണ്. നമ്മളിപ്പോ പഴയ ആളുകൾ പറയും, ഇപ്പോ കർക്കിടക മാസത്തിലൊക്കെ ഉലുവക്കഞ്ഞി, അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ പൊടി രൂപത്തിലും അതുപോലെ തന്നെ മരുന്ന് രൂപത്തിലൊക്കെ എന്ത് ചെയ്യണ്ട്, ഈ ഉലുവയും അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഉലുവ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ കഴിക്കുമ്പോൾ നമുക്ക് കുറെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഉലുവ അത് ചൂടാക്കുമ്പോഴൊക്കെ അതിന്റെ പല ക്വാളിറ്റികളും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതില് സംസ്കരിച്ച ഉലുവയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിലുള്ളത്, വെൽഹാർട്ടിലുള്ളത്. അപ്പൊ സംസ്കരിച്ച ഉലുവ ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബെറ്റർമെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കുന്നു. കൊളസ്ട്രോളിലെ ആളുകൾക്ക് ഇതിലുള്ള ഉലുവ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് നമ്മുടെ കൊളസ്ട്രോളിനെ കുറക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ചിറ്റമൃത് എന്ന് പറയും. ചിറ്റമൃത് അറിയപ്പെടുന്നത് എന്താ പറയുക, സൂപ്പർ ഹെർബ് എന്നാണ് അറിയപ്പെടുന്നത് ചിറ്റമൃത് പ്രവർത്തിക്കുന്നത്. ഈ വെൽഹാർട്ടില് ചിറ്റമൃത് ഉൾപ്പെട്ടിട്ടുണ്ട്. ചിറ്റമൃതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ആന്റി പൈററ്റിക് ആണ്. എന്ന് പറഞ്ഞാല് ഡെങ്കു, മലേറിയ പോലുള്ള കൊതുകുജന്യ രോഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. അപ്പോ ഇപ്പൊ മഴക്കാലമൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഡെങ്കു ഫീവർ, അതുപോലെ തന്നെ മലേറിയ പോലുള്ള കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ ചിറ്റമൃത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒന്ന്, ആന്റി പൈററ്റിക് ആണ്. കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ചിറ്റമൃതിനുണ്ട്. പിന്നെ രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ചിറ്റമൃതിന്. അതുപോലെ തന്നെ ശ്വസനം സുഗമമാക്കുക. അപ്പോൾ പല ആളുകൾക്കും വെൽഹാർട്ട് കഴിഞ്ഞിട്ട് കിതപ്പ് മാറി എന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെ അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. കൊറോണ വന്ന സമയത്ത് ഭയങ്കര കിതപ്പുള്ള ആളായിരുന്നു. ഒരു മാസം നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ കഴിയും, ഒരു മാസം ഞാൻ തുടർച്ചയായി കഴിച്ചു, എന്റെ കിതപ്പ് മാറി എന്നുള്ളതാണ് വെൽഹാർട്ടിന്റെ ബെനിഫിറ്റ് പറയാനുള്ളത്. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, വെൽഹാർട്ട് ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഞാൻ ഡെയിലി കഴിക്കാറില്ല, ഭക്ഷണം പോലെ ഇടക്കിടക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കഴിക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിഷാംശത്തെ നീക്കുന്നു. ചിറ്റമൃതിന്റെ ബെനിഫിറ്റ് ആണ് പറയുന്നത്. വിഷാംശത്തെ നീക്കുന്നു, ശ്വസനം സുഗമമാക്കുന്നു, ആസ്മയെ പരിഹരിക്കുന്നു. പറഞ്ഞാൽ വെൽഹാർട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ രോഗമുള്ള ആളുകൾക്കും ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമുക്ക് ശ്വാസം എടുക്കാനുള്ള തടസ്സമൊക്കെ മാറ്റുന്നതിനുള്ള ചിറ്റമൃതാണ് ഇതിലുള്ള ബെനിഫിറ്റ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാല് നമുക്ക് ടോൺസിലൈറ്റിസ്, അതുപോലെ തന്നെ ചുമ, ജലദോഷം, നമ്മുടെ ത്രോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രയാസങ്ങൾ ഈ ചിറ്റമൃത് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആന്റി ആർത്രൈറ്റിക്സ്, സന്ധിവാത സംബന്ധമായ പ്രയാസങ്ങൾക്ക് എന്തുണ്ട്, ചിറ്റമൃത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കൂടാതെ ശതാവരി എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ടുള്ള ആളുകൾ ശതാവരി നല്ലോണം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഈ ശതാവരി ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യം കൂടെ ഉണ്ട്. പണ്ടുള്ള ആളുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ല ആയുസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്രത്തോളം നമുക്ക് ആയുസ് കുറയാനുള്ള കാരണം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്നും അതുപോലെ തന്നെ പഴയതിനൊക്കെ നമ്മൾ തുടച്ചു നീക്കി പുതിയ പലതും നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും വരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ശതാവരി LDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ആണ്. അത് കുറയ്ക്കാനുള്ള, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശതാവരി. അതുപോലെ തന്നെ HDL നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനും ശതാവരിക്ക് എന്തുണ്ട്, കഴിവുണ്ട്. ഹൃദ്രോഗം കുറയ്ക്കുന്നു, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് ആണ് ശതാവരിയുടെ ധർമ്മം. അതുപോലെ തന്നെ പുഷ്കരമൂലം എന്ന് പറയുന്നത് ഇതൊരു സൂര്യകാന്തി ചെടി പോലുള്ള ഒരു ചെടിയുടെ വേരാണ്. ശരിക്കും പറഞ്ഞാല് ഇത് ചെയ്യുന്നത് ശ്വാസകോശത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് പുഷ്കരമൂലം എന്ന് പറയുന്ന അതിന്റെ ധർമ്മം. കൃമിനാശിനി നിങ്ങൾ നോക്കണം. ഇപ്പോ വെൽഹാർട്ട് കഴിക്കുന്ന ആളുകൾക്ക് കിതപ്പൊക്കെ മാറുന്നതിനോടൊപ്പം തന്നെ കൃമി പ്രശ്നങ്ങൾ മാറും എന്നുള്ളതാണ് ഈ പുഷ്കരമൂലം ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കഫത്തെയും വാദത്തെയും ശമിപ്പിക്കുന്നു. കഫത്തെയും വാദത്തെയും ശമിപ്പിക്കുന്നു പുഷ്കരമൂലമാണ്. ഇനി ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി നമ്മൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാല് ശരിക്ക് എല്ലാ നമ്മുടെ വിത്തുകളെല്ലാം, നമ്മൾ കഴിക്കുന്ന വിത്തുകളുണ്ടല്ലോ, നമുക്ക് എന്താ പറയാ, പിന്നെ പംകിൻ സീഡ്, അതുപോലെ തന്നെ പിന്നെ വാട്ടർമെലൺ സീഡ്, ഇതൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും നമ്മൾ കഴിക്കണം എന്നില്ല, ചിലപ്പോൾ എല്ലാവരും കുറെ ആളുകൾ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ബദാം ഉണ്ട്. അതുപോലെ ഈ വിത്തുകളൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അത് അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി അടുത്ത തൈയായി മാറാനുള്ള ഒരു കെമിക്കൽ കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് മുളപ്പിച്ച് കഴിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. വിത്തുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് മുളപ്പിച്ച് കഴിച്ചാല് ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന മോശം എന്താ പറയാ ഇൻഗ്രീഡിയൻസ് ഒക്കെ പോയി മുളച്ച് കഴിക്കുമ്പോൾ നമുക്ക് അത് ഏറ്റവും ബെറ്റർ ആയി മാറുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഉണക്കമുന്തിരി നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴിച്ചാൽ ഏറ്റവും ബെറ്റർ ആണ്. ഉണക്കമുന്തിരിയിൽ വിറ്റാമിൻ A ഉണ്ട്, വിറ്റാമിൻ C ഉണ്ട്, വിറ്റാമിൻ K. ഏറ്റവും നമുക്ക് കിട്ടാത്ത ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ K എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ A, വിറ്റാമിൻ C, വിറ്റാമിൻ K, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇതില്. അതുപോലെ തന്നെ ഫൈബർ, ആന്റി ഓക്സിഡന്റ്, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിൽ. അപ്പൊ ഇതൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ, വിറ്റാമിൻസും മിനറൽസും കിട്ടുന്നതിനോടൊപ്പം തന്നെ ഇതിന് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടി ഇതിനുണ്ട്. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ ഈ ഉണക്കമുന്തിരിക്ക് കഴിവുണ്ട്.